വി എസിന്റെ ജീവചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ള വി എസിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തുണ്ട്, സമകാലീനായ വ്യക്തിയാണ് അസംബ്ലി പ്രഭാകരൻ. അസംബ്ലി പ്രഭാകരന്റെ അമ്മ കാളിയമ്മയാണ്. കർഷക തൊഴിലാളിയായിരുന്ന കാളിയമ്മയുടെ വാക്കുകളിലൂടെയാണ് കർഷക തൊഴിലാളി സ്ത്രീകൾ അനുഭവിക്കുന്ന ആ മേഖലയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിത ജീവിതത്തെക്കുറിച്ച് വി എസ് അച്യുതാനന്ദൻ അറിഞ്ഞതെന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. അസംബ്ലി പ്രഭാകരന്റെ മകൻ സത്യകീർത്തിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അച്ഛനോടൊപ്പമുള്ള വി എസിന്റെ ഒരു ഓർമ്മകൾ. അച്ഛനോടൊപ്പം എനിക്ക് ചെറിയ ഓർമ്മയുള്ളൂ. ആ സമയത്ത് അച്ഛൻ മരിക്കുന്ന 83-ലാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പൊക്കെ വി എസ് ഇവിടെ പിന്നെ ആലപ്പുഴയിലെ വീട്ടിൽ വരുമ്പോൾ വി എസ് അച്ഛനുമായിട്ടൊക്കെ നിരന്തരമായി കാണുകയും എടുക്കുകയും രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യും. ഒരുപാട് മർദ്ദനം അല്ലെ പുന്നപ്രവയലാറടക്കം പുന്നപ്രവയലാർ സമരത്തിലടക്കം പങ്കെടുത്തിട്ടുണ്ട്. ശരിക്കും മർദ്ദനം ഏറ്റിട്ടുണ്ട്. അങ്ങനെ ശരിക്കും പറയുന്നത് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, മർദ്ദനമേറ്റ് വീണ് കിടന്ന ആളെ കണ്ടു. മർദ്ദനമേറ്റ് ശരിക്കും പോലീസ് ആ മർദ്ദനത്തിന്റെയൊക്കെ ഫലമായിട്ടാണ് അച്ഛൻ ആ കാലത്തിലാണ് ഞങ്ങളെയൊക്കെ വിട്ട് പിരിയുന്നത്. അച്ഛൻ മരിച്ചപ്പോൾ അച്ഛനെ കാണാനും അന്ത്യകർമ്മങ്ങൾ പങ്കെടുക്കാനും വി എസ് തിരുവനന്തപുരത്തു നിന്നും നമ്മുടെ വീട്ടിലെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമാണ് എനിക്ക് വി എസുമായിട്ട് ഞാൻ അതിനുശേഷമാണ് പൊതുരംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അന്ന് ആദ്യം ഞാൻ വരുമ്പോൾ വി എസ് പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി. അപ്പോൾ അന്ന് വി എസിന്റെ രണ്ട് മുഖങ്ങളാണ് എനിക്കറിയാം കാണാവുന്നത്. ഒന്ന് പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി ആയ വളരെ കർക്കശക്കാരനായ വി എസ്, വളരെ ബോൾഡായി കാര്യങ്ങൾ ഇടപെടുകയും സംസാരിക്കുകയും പാർട്ടി സെക്രട്ടറി എന്ന രൂപത്തിൽ പാർട്ടി സംഘടനയെ കരുത്തായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയൊക്കെ പാർട്ടിയെ നന്നായി നയിച്ചിട്ടുള്ള ഒരു നേതാവിനെയും അതിനുശേഷം വലിയ ജനകീയ മുഖത്തോട് ഞാൻ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വരുമ്പോഴും ഞാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മത്സരിച്ച് 2000 പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടടക്കം ഇവിടെ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ വി എസിന്റെ ആ ജനകീയത അതിലാകൃഷ്ടരായി അദ്ദേഹത്തിനെ കാണുവാനും എടുക്കുവാനും അദ്ദേഹത്തോട് സഹകരിക്കാനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ വി എസ് കരുതലുണ്ടായിരുന്നില്ല, അസംബ്ലി പ്രഭാകരന്റെ മകൻ എന്നുള്ളൊരു കരുതലുണ്ട്. അസംബ്ലി ഈ പാർട്ടിക്ക് വേണ്ടി യാതന അനുഭവിച്ചൊരു നേതാവിന്റെ ഒരു സഖാവിന്റെ മകൻ എന്ന രൂപത്തിലുള്ള വലിയ കരുതലും സ്നേഹവും ഒക്കെ എന്നോട് എന്റെ കുടുംബത്തോടും ഒക്കെ വി എസ് ഉണ്ടായിരുന്നു. എന്റെ അമ്മയ്ക്ക് അസുഖമായി വീട്ടിൽ കിടന്നതിന്റെ അമ്മയെ കാണാൻ വി എസ് വീട്ടിൽ വന്നുകയും അമ്മയെ കാണുകയും ചെയ്തിട്ടുണ്ട്. കടന്നു വന്ന വഴികളിൽ ഉണ്ടായിരുന്ന ആരെയും വി എസ് മറന്നിട്ടില്ല. അതിവിടെ എനിക്കറിയാൻ കഴിയുന്നത് ഇവിടെ വീട്ടിൽ വരുമ്പോൾ 2 നാളിലാണ് വി എസ് ഇവിടെ വീട്ടിൽ തങ്ങുന്നത്. ഒന്ന് പുന്നപ്രവയലാർ വാർഷിക വാരാചരണ കാലയളവിൽ ഓണത്തിന് വന്നത് ഉത്രാടത്തിന് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ 2 ദിവസം ഇവിടെ വീട്ടിൽ കാണും. അന്ന് ഈ പ്രദേശത്തുള്ള അദ്ദേഹത്തിന്റെ സമകാലികരായിട്ടുള്ള പഴയകാല ആൾക്കാരെ അവരുടെ പേരെടുത്ത് അദ്ദേഹം പറയും. അപ്പം അങ്ങനെയുള്ളവരൊക്കെ വി എസിനെ കാണാൻ വരും, അവരുമായിട്ട് സ്നേഹ പ്രകടനം നടത്തും, ഓണാശംസകൾ നേരും. ഒത്തിരി നേരം അവരുമായി സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇത് പോകുന്നൊരു ഒരു കരുതലും അതുപോലെ തന്നെ സ്നേഹവും പഴയകാല സഹാക്കൾ നല്ല ഓർമ്മശക്തിയൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അവരെയൊക്കെ പേരെടുത്ത് അദ്ദേഹം പറയും ആ സമയത്തൊക്കെ. ആ രൂപത്തിലുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ വി എസ് വരുന്ന ഓണം എന്ന് പറയുന്നത് അല്ലേ ഈ വേലിക്കകത്ത് വീട്ടിലെ ഒരു ഉത്സവം തന്നെയാണ്. ഒരു ഉത്സവം നാട്ടിലെ കുഞ്ഞു കുട്ടികൾ സഹിതം വി എസിനെ കാണുവാനും ആശംസകൾ നേരുവാനും അദ്ദേഹത്തിന്റെ കരമൊന്ന് പിടിച്ചെന്ന് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരു ആവാലവൃത്തം നമ്മളിവിടെ കാണുന്നതാണ്. ഓണക്കാലത്തുള്ള പുലികളി, ആ പുലികളിക്കാർ എവിടെ ഈ പ്രദേശമുള്ള ദൂരദേശം എന്നുള്ളവരടക്കം ഇവിടെ വന്ന് അദ്ദേഹത്തിന് വേണ്ടി പുലികളിയുടെയൊക്കെ നടത്തി പോകുന്നു. അതൊക്കെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. പിന്നൊരു ആലപ്പി വിജയൻ എന്ന് പറയുന്നത് അദ്ദേഹം വന്ന് അത് വി എസിന് മുന്നിൽ പാട്ട് പാടുമായിരുന്നു. അതൊക്കെ വി എസ് വലിയ അത് എല്ലാവരും കൃത്യമായി മുടങ്ങാതെ ആ സമയത്ത് ഓണക്കാലത്ത് ഇവിടെ എത്തും എന്നുള്ളതാണ്. അത്രയ്ക്ക് സ്നേഹവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വേർപാട് നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അത് വലിയൊരു വിടവ് തന്നെയാണ്. നമ്മുടെ വേലിക്കകത്ത് വീടിന്റെ ആ ഒരു ഉത്സവം പടിയിറങ്ങി ഞങ്ങളൊക്കെ വി എസിന്റെ ആള് അല്ലെങ്കിൽ വി എസ് നമുക്ക് വി എസിനെ ഉണ്ടല്ലോ, വി എസിനെ കാണാമല്ലോ എന്നുള്ള ആ ഒരു പ്രതീക്ഷ ഇപ്പൊ ആ പ്രതീക്ഷയെല്ലാം നമ്മുടെ വി എസിന്റെ ആളുകളായിരുന്നു. തീർച്ചയായിട്ടും വി എസുമായിട്ട് അത്രയ്ക്ക് അവേദ്യമായ ബന്ധമുള്ള ഒരു ആത്മീയ ബന്ധമുള്ള ലാസ്റ്റ് 2019 വി എസ് ഇവിടെ വന്ന് ഈ പുന്നപ്രവയലാർ പരിപാടി ലാസ്റ്റ് ഇവിടെ വി എസ് പങ്കെടുക്കുന്നത്. 2019 രാവിലെ പുഷ്പാർച്ചനയ്ക്ക് പങ്കെടുത്തു. അതിനുശേഷം വൈകുന്നേരത്തെ പൊതുസമ്മേളനത്തിൽ സംസാരിച്ച് അദ്ദേഹം ഇവിടുന്ന് യാത്രയായി. അതിനുശേഷം ലാസ്റ്റ് പൊതുപരിപാടി അതാണ് 2019 പുന്നപ്രവയലാറിന്റെ പരിപാടി. പങ്കെടുത്തതും പുന്നപ്രവയലാറിന്റെ രക്തസാക്ഷികളെ അനുസ്മരിക്കുന്ന അനുസ്മരണ പ്രഭാഷണത്തിലാണ് അദ്ദേഹം അവസാനമായി പങ്കെടുത്തത്. പൊതുപരിപാടി മടങ്ങി പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിന് സ്ട്രോക്ക് വരുന്നത്. അതാണ്, അതായത് വി എസ് അച്യുതാനന്ദൻ ഇല്ലാത്തൊരു ഓണക്കാലം. കുറെ നാളുകളായി ഇവിടെ, കുറെ ഓണങ്ങളായി 2019 ശേഷം ഇവിടെ വന്നിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ആ വി എസിന്റെ പിറന്നാളും ഓണവും ഒക്കെ ഇവിടെ പായസം വെച്ചൊക്കെ ഈ നാട്ടുകാര് ആഘോഷിച്ചിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ ജന്മദിനം
വളരെ ആഘോഷപരമായിട്ട് ജനങ്ങൾ പുന്നപ്ര നിവാസികളുടെ ആഘോഷമാണ് ജന്മദിനം വരുന്നത്. ഇപ്പോൾ പായസം വെച്ചും പിന്നെ വൃദ്ധ ജനങ്ങൾ വയോജനങ്ങൾക്ക് വസ്ത്രം വിതരണം നടത്തിയൊക്കെ ആ രൂപത്തിലൊക്കെ ഗംഭീരമായി ഞങ്ങളിവിടെ നടത്തി. കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ ആ പരിപാടി നാട്ടുകാരുടെ ഒരു ഇതായിട്ട് നടത്തിയിട്ടുണ്ട്. അതാണ് ആ ഒരു സന്തോഷവും ആ ആഘോഷങ്ങളും ഒക്കെയാണ്. VS ആലപ്പുഴയിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള ആഘോഷങ്ങൾ എപ്പോഴും ആലപ്പുഴയിലെ പ്രത്യേകിച്ച് പുന്നപ്രയിലെ ജനങ്ങൾ VSന്റേതെന്ന് പറയുന്ന സത്യകീർത്തിയെ പോലെയുള്ള ഒരുപാട് ആളുകൾ ചേർന്ന് അവർ നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോ എന്തായാലും ആ ആഘോഷങ്ങൾക്കും ആ പ്രതീക്ഷകൾക്കുമൊക്കെയാണ് വലിയൊരു ശൂന്യത നിറഞ്ഞിരിക്കുന്നത്. അത് അവരുടെ പ്രിയ നേതാവിന്റെ ആ ഒരു വിയോഗമാണ്. വലിയ ദുഃഖത്തോടു കൂടിയാണ് പുന്നപ്ര എന്ന നാടും ഈ അനുയായികളുമൊക്കെ ആ ഒരു വിയോഗത്തെ ഓർത്തെടുക്കുന്നതും. പുന്നപ്രയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.